ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോന്നു ഒരൗട്ടിങ്. ഓക്കെ, ചുമ്മാ നമ്മൾ എവിടെയെങ്കിലും ഇന്ന് പോകാമെന്ന് അങ്ങ് തീരുമാനിച്ച് നമ്മൾ ഞാൻ കുറേ നാളത്തേക്ക് ശേഷം എടുക്കുന്നത് ഗൈസ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുമായിരിക്കും. അങ്ങനെയാണ് ഇതൊരു ഫുൾ വ്ളോഗായിട്ട് എഡിറ്റൊന്നും ചെയ്യത്തില്ല, ചുമ്മാ കട്ട് ചെയ്ത് ഇടാമെന്നുള്ളൊരു വിചാരത്തിൽ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങി. നമ്മളിനി ഒരാളും കൂടെ വരാനുണ്ട് ഇവിടെ ഇരിക്കുന്നത്. അയാൾ ഫോൺ മറന്നു വെച്ച് ഫോൺ എടുക്കാൻ പോയേക്കുന്നു. അപ്പോൾ ഇപ്പം വരും. നമ്മൾ ഇവിടെ സ്പിൻസ് കാണത്തില്ല. ഓക്കെ, വേണ്ട എന്തിനാ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ളതെല്ലാം കാണിച്ചു തരാം. അവനോട് വരട്ടെ. അപ്പം ഗൈസ് നമ്മൾ അതിസാഹസ്യമായി സാഹസികമായി നമ്മുടെ വണ്ടി മൂവ് ചെയ്തു. സോ നമ്മൾ ആനേനെ തളക്കാൻ പോവാണ്. ആനേനെ തളച്ചിട്ട് നമ്മൾ ചാടിക്കും. ആന ഇത് വണ്ടി എവിടെ കയറ്റിയാലും ചായ കുടിക്കണമെന്ന് ആഗ്രഹവുമായി നമ്മൾ എത്തിപ്പെട്ടത് റാസൽ ഹേമയിൽ ഒരു ടീ കോർണർ. സോ എങ്ങനെയാണെന്ന് അറിയില്ല, ജിതിന്റെ ചോയ്സ് ആണ്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മള് നല്ല ചായ അല്ലേ? പക്ഷെ നീയല്ലേ കരക്ക് കുടിക്കുന്നത്? ഇത് കരക്കല്ല, ഇത് ചായ. കരക്ക് കുടിക്കുന്ന ഇടനെയാണോ ജിതിൻ കരക്ക് കുടിക്കുന്നത്? നമ്മള് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. സിംഗിൾ ആണോ? നീ സിംഗിൾ ആണോ? ഞാൻ ജന്മനാ സിംഗിൾ ആണോ അതോ കമ്മിറ്റഡ് ആണോ? ഞാൻ ആരോ സ്റ്റോറിയിൽ എന്തോ കണ്ടു. നല്ല രസമാണ്. പോകണ്ട, 1.5 മണിക്കൂർ ഓടിക്കോ. ശരിക്കും പോവാം. ഞാൻ ചോദിക്കുന്ന ഉത്തരമല്ല, സിംഗിൾ ആണോ? സിംഗിൾ ആണോ? സിംഗിൾ ആണോ ചോദിച്ചാ ആണ്. അല്ലാന്ന് വെച്ചാ അല്ലല്ലോ, അവൻ പറഞ്ഞല്ലോ അവന്റെ ഒപ്പീനിയൻ. നിന്നെ അടിച്ച് പുറത്താക്കണം ഗൈസ്. അപ്പൊ നമ്മള് സിംഗിളൊന്നും കാര്യമില്ല, നമ്മുടെ ലൈഫ് എങ്ങനെയായാലും. അതെ. അപ്പൊ നമ്മള് ഫുജാറ എത്ര സമയമുണ്ട് ഫുജാറ. അപ്പൊ നമുക്ക് ഇനി ഫുജാറ പോകുന്നതും വരുന്നതൊക്കെ നമ്മള് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണം. നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണും. ഞാൻ കുറെ നാളായി വീഡിയോ എൻ്റെ അകത്ത് വീഡിയോ ഇട്ടിട്ട്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ജീവനോടെ ഈ വണ്ടിയിൽ തിരിച്ചു വന്നാൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതർവൈസ് വീഡിയോ റെക്കോർഡാന്നുള്ള നോക്കിയതാ. നമ്മൾ പഴംപൊരിയും ക്യാമറയും കുടിച്ചു നമ്മള് പോവാ. അവർക്ക് കൊടുക്കും പഴംപൊരിയും. അടിയുള്ള അലപ്പറ കൂട്ടാണ്. അപ്പൊ നമ്മൾ അന്ന് മൈൻഡ് ചെയ്യണ്ട. നമ്മള് ഇതിരക്ക് വന്നു. കൊണ്ടല്ല നമ്മള് ജ്യൂസ് വാങ്ങി. പക്ഷെ സത്യം പറഞ്ഞ കോണമില്ല. പക്ഷെ വിശപ്പ് കൊണ്ട് കഴിക്കുന്ന ശരിക്കും ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയാൻ പറയുന്നത്. നമ്മള് ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചു. നമ്മൾ അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ചണ്ടി പോലെ ഉണ്ടാവില്ലേ, അത് അടിച്ചിട്ട് നമുക്ക് തന്നതാ. പക്ഷെങ്കിൽ എന്നാൽ കുടിക്കണ്ടെന്ന് വെച്ചിട്ട് കുടിക്കുക കൊള്ളാത്തോണ്ട് നമുക്കിത് നമ്മുടെ കൂടെ നമ്മളെ ഫ്രണ്ട് വന്നിട്ടില്ല, ജിതി കൊടുക്കാം. കൽപ്പരകക്ഷിയല്ല ഇല്ല ഗൈസ്. നമ്മളിനി കുറച്ചും കൂടെ നമുക്ക് ട്രാവൽ ചെയ്താല് നമ്മള് സ്മൃതിയുടെ വീട്ടിലെത്തും, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തും. നമ്മളിനി നമുക്കിനി സ്മൃതിയുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമുക്കിനി ഇവിടെ എത്ര നേരം ഉണ്ടോ? വഴക്ക് വരാറില്ല. അതിന് വഴക്ക് പറയും.
കുറച്ച് മിണ്ടായിരുന്നു. സ്മൃതി വന്നിരിക്കുന്നു ഗൈസ്. അയ്യോ നമ്മൾ സക്സസ്ഫുള്ളി പൂജാറ എത്തി. എന്നിട്ട് ഇല്ല റൂമിലോട്ട് വെക്കും. എനിക്ക് തോന്നുന്നു അമ്മ റൂമിലാണ്. അമ്മ റൂമിലാണ്. ഇത് യൂട്യൂബിൽ വരും. സമയം ഇപ്പം എത്ര മോളെ? സമയം ഇപ്പം 12:42. നമ്മള് ചായയുടെ കോഫിയാണോ? കോഫിയുടെ ആണ്. അതെ. നമ്മളിങ്ങനെ ഭാവി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 തുടങ്ങി. കുറച്ചധികം പ്രശ്നങ്ങൾ കൂടി. എൻ്റെ അമ്മയാണ്. അമ്മ ഹായ്. 2026 തുടങ്ങി. കുറച്ചധികം പ്രശ്നത്തിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കാപ്പി പിടിച്ചിട്ട് നമുക്ക് കാണാം. നമ്മുടെ സംസാരത്തിനിടയിൽ അത് തിളച്ചു പോയി. ഇപ്പം ആൻറ്റി അടിക്കും നമ്മളെ. അടിക്കുന്നതിന് നമുക്ക് ഓടാം. ഹായ്. ഈ ടോയൽ എടുത്ത് തിന്നോട്ടെ. ഇത് തിന്നോട്ടെ. നല്ല ഏതാ? നമുക്കിത് തിന്നാം. ഇവർക്ക് വ്രതമാണ്. ശിവരാത്രി വ്രത. നമുക്കിനി ഈ ബാക്കിയുള്ളവരുടെ കൂടെ പോവാം. ഈ മിഷനൊക്കെ ഉണ്ടല്ലോ, ഈ വർക്ക്ഷോപ്പിൽ നിന്ന് മിഷനൊക്കെ കൊണ്ടുപോകുന്നില്ലേ? ഞാൻ വ്ളോഗ് എടുക്കാണ്. പെണ്ണിനെ കൊള്ളത്തില്ല കാണാൻ. തന്നെയാണോ? ഓക്കെ ശരി, സമ്മതിച്ച്. നമുക്ക് ചാടിക്കാൻ പോവാം. ഒറ്റമൈൻ അഫുജറ എന്നത്. ഓക്കെ. ഈ നമുക്ക് കല്യാണത്തെ കുറിച്ച് എല്ലാരും വന്ന് പ്രീവിനകത്ത് കല്യാണത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം നിനക്ക് അറിയണ്ടത്. തുടങ്ങി പ്രത്യേകിച്ച് അഭിപ്രായം ജനറൽ ആയിട്ട് മൊമെന്റിൽ എത്തുമ്പോൾ നമുക്ക് കെട്ടണം തോന്നുമ്പോ കെട്ടിക്കോളാം. കല്യാണം നെസസറി ആണോ അതോ അല്ലയോ? എന്റെ ഇതില് എനിക്ക് വേണം കല്യാണം കഴിക്കണം. അങ്ങനെയല്ല, നാടറിയ കല്യാണം കഴിക്കണം. എന്റെ കല്യാണം കണ്ണൂർ ഇരിട്ടിയിൽ വെച്ച് നമ്മള് നാടറിഞ്ഞുള്ള കല്യാണം നടത്തും. സ്മൃതിക്ക് കേട്ടണ്ട. ഇപ്പം നിനക്കോ? ഇപ്പഴല്ല, ഒപ്പീനിയൻ ഓൺ മാരേജ്. എങ്ങനെ കെട്ടണം, അതായത് ഭയങ്കര ഗ്രാൻഡ് ആക്കണം, അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ഇഷ്ടം. അങ്ങനെ അങ്ങനെയല്ല, ഒരു രക്തഹാരം അങ്ങോട്ട് ഒരു രക്തഹാരം ഇങ്ങോട്ട്. എനിക്കിങ്ങനെ അറിയാം. എനിക്ക് കൊല്ലം മൊത്തം അറിയണം. ഒരു ഹാരം ഇട്ടാ മതി. അതെന്താ അങ്ങനെ? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ഏറ്റവും അടുപ്പമുള്ള കുറച്ച് ആൾക്കാർ അല്ലെ മൊമെന്റ് സ്പോയിൽ ആവില്ലേ? അതൊരു ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സ്പേസിൽ എത്ര ആൾക്കാർ, ഒരു സ്റ്റേജിൽ എത്ര ആൾക്കാർ വരും? കരോകം, അത് ഇത്, നമ്മളെ ഫാമിലി അച്ഛനും അമ്മക്കും അവർക്ക് ഇന്നാളല്ല കല്യാണം വേറെ, റിസപ്ഷൻ വേറെ. നമ്മളെ അത്രയും ക്ലോസ് അതിനൊരു റിസപ്ഷൻ വെക്കണം. കല്യാണത്തിന് നിന്റെ കല്യാണം രജിസ്റ്റർ മാരേജ് വെച്ചാണോ? രജിസ്റ്റർ ഓഫീസ് വെച്ചാണോ? എന്റെ കല്യാണം ഗ്രാൻഡാ. എന്റെ അതെ. അപ്പൊ നീ വീഡിയോസ് ഓണാകുമ്പം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഒരു വീഡിയോ കാണാൻ എന്തുകൊണ്ട് ഊമയാവുന്നു? ഇൻവെർട്ടർ ആണ്, അതുകൊണ്ടായിരിക്കാം. അല്ല, അത് വീഡിയോ കാണാൻ മാത്രമാണ് ഇൻവെർട്ടർ ഉള്ളത്, അതോ പൊതുവെ ആൾക്കാർ കൂടുതൽ ഇൻവെർട്ടർ? ഉള്ളിന്റെ ഉള്ളിലൊരു നാഗയുണ്ട്, അത് പുറത്ത്. അല്ല, എന്താ സത്യം? എന്താ അത് കാര്യം? എനിക്ക് പറടാ നീ പറ. ഇനി ഇതൊന്ന് ഓഫ് ആക്കി കഴിഞ്ഞ് ഇവൻ ഇവിടെ കിടന്ന് അർമാദിച്ച് എല്ലാം പറയും. മുഖം പൊത്തി ഇങ്ങനെ പൊത്തും, ഇവൻ ചിരിക്കും. അപ്പൊ വേറൊന്നുമില്ല, ഒരു ഇതും ഇല്ല. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്തോ ഭൂതനയാന്നും. ഇവൻ മറ്റേ പോവും, അവന്റെ ഗതി ഒന്ന് ആലോചിച്ച് സാധനം വരും. മിടത്തില്ലല്ലേ? ഇപ്പൊ ക്യാമറ മാറ്റി വെക്കട്ടെ. അല്ല, രാവിലെ അല്ലേ? പുലർച്ചെ നമ്മുടെ നാട്ടില് പൊലച്ചക്ക് പുലർച്ചെ എന്ന് പറഞ്ഞ അക്ഷരസ്ഫുടത്തോടെ സംസാരിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംസാരിക്കണം. നമ്മളെ നാടും വീടും വിട്ടില്ല ഒരു പുലർച്ചക്ക് 5:30 പൊലച്ചക്ക്. ഇതിനെന്താ പറയാ? ഞങ്ങളൊക്കെ കറക്റ്റ് മലയാളം പറയാൻ നേരെ
ആൾക്കാരാട്ടാ. നമ്മളിങ്ങനെ എവിടെ നമ്മളറിയത്തില്ല. വെളുപ്പിനെ നമ്മള് വെച്ചാല് എല്ലാം വേഗം പറഞ്ഞ് തീർച്ചിട്ട് നമുക്ക് തിരക്കുണ്ടോ പറയാൻ. എന്താ പോല ബോബോ മനസ്സിലായ. ഉറങ്ങണ്ട. എന്റെ മുടി മറ്റേ പടത്തിനകത്ത് അത് ചൈന ടൗൺ അല്ല, മുംബൈ. എന്ത് ചോട്ടാ മുംബൈ. എന്നെ കിടന്നുണ്ടോ? എന്നെ കിടന്നുണ്ടായിരിക്കും അല്ലേ? മുടി വെട്ടിയാടി നീ പിന്നെയും മുടി വെട്ടിയ. നമ്മള് ഉറങ്ങണ വേണ്ടെന്നുള്ള പ്ലാനിലാണ്. 5:58 അല്ലേ? സമയം 6:02. ഉറങ്ങിയാ എഴുന്നേക്കത്തില്ല. തലവേന എടുക്കും. എനിക്ക് തലവേന എടുക്കും. ഞാൻ പിന്നെ ഒന്നാമത് കണ്ണൊന്നും കാണത്തില്ല. കണ്ണടയൊക്കെ വെക്കണം. ഇനിയിപ്പം ആക്ച്വലി കോർഫക്കാൻ ഈസ് ഫോർ സൺറൈസ് സൺസെറ്റ് എന്നാണ് എൻ്റെ ഇത്. മേളത്തെ പോയിന്റ് പോണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മറ്റേ എന്തെങ്കിലും നല്ല പച്ചപ്പും ഹരിതാപവും അല്ല. ഹരിതാപമാണ് പരിതാപമാണ്. റാസൽ ഖൈമയിൽ ഒരു ഫാം ഉണ്ട് ഇപ്പം. ആടി സമയമില്ലല്ലോ. ഓൾറെഡി നേരം എടുത്തു തുടങ്ങി. ആരും ഉറങ്ങിയിട്ടും ഇല്ലാതെ പോലെ അവള് കൂടെ പോയിന്ന് എന്തോ ചെയ്യുന്നു. നേരം വെളുത്തല്ല വീഡിയോ എടുക്കുന്നു. നേരം വെളുത്ത് മല 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 വെള്ളം അങ്ങോട്ട് പോകുമ്പോ നല്ല അപ്പുറത്തെ സൈഡ് ഫുള്ള് മലകളാ. അത് നമ്മൾ രാവിലെ എത്ര മണിക്കൂർ ഉറങ്ങി? നമ്മൾ 6 മണി കഴിഞ്ഞു ഉറങ്ങാൻ. 6:30 9 മണിയപ്പോ എഴുന്നേറ്റ് കുറച്ച് ഒരു 1.5 മണിക്കൂർ പ്രോപ്പർ സ്ലീപ്പ്. ഞാൻ കോഫി കിടന്നുറങ്ങി. ഇവിടെ ബെഡ് കിടന്നു. പക്ഷെ നല്ല കംഫർട്ട് ആയിരുന്നു. നമ്മൾ അതുകൊണ്ട് കംഫർട്ട് വാഷിംഗ് മെഷീൻ യൂസ് ആക്കുന്ന തുണിയിൽ ഇറക്കി ഇറക്കത്ത് ഞാൻ ന്യൂട്രലേ പോത്തുള്ളൂ. അയ്യോ എന്തൊക്കെയാ പറയുന്നത്. നമ്മള് ഒരു 1.5 മണിക്കൂർ കഷ്ടിച്ച് ഉറങ്ങി. നമ്മൾ എഴുന്നേറ്റ് കോഫി വെള്ളം കൂടി പോയി തോന്നല്ലേ. എനിക്ക് ഓക്കെ. ഞാൻ ഇട്ടേക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എന്നിട്ട് പുറത്തോട്ട് അല്ല തിന്നിട്ട് എവിടെയെങ്കിലും പോകും. ഞാൻ നിൽക്കാൻ ഇന്നലത്തെ പോലെ ഒന്നും പ്ലാനിങ് ഇല്ല. എവിടെയും പോയില്ല. നിങ്ങൾ വന്നേ ഉള്ളൂ. നിങ്ങൾ വന്ന് നമ്മൾ രാവിലെ ഇവിടെ എത്തി. അല്ല നമ്മൾ അവിടെ എത്തിയപ്പോൾ എത്ര മണി? 11 മണി അങ്ങാണ്ടായി. പിന്നെ നമ്മളിവിടെ തിരിഞ്ഞ് നടന്നു. പിന്നെ നമ്മളിവിടെ പിന്നെ ചാവടിക്കാൻ പോയി. പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ പുറത്തു നിന്ന് താഴെ ഇരുന്നു. പിന്നെ രാവിലെ 5:30 റൂമിൽ വന്നു. പിന്നെ ഇവിടെ സംസാരിച്ചു. പക്ഷെ ഉറങ്ങാൻ 6 മണി 6:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും നോക്കണം. ഇന്നത്തെ എന്തെല്ലാം ഉണ്ടാവും. കാര്യമായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിഞ്ഞ് നടക്കാം. കിച്ചണിലേക്ക് പോകാം. നമ്മുടെ കിച്ചണിൽ പോവാം. കിച്ചണിൽ ഇഡ്ഡലി വേവുന്നു. ഇഡ്ഡലിയും സാമ്പാറും. അതെ, നമുക്ക് കിച്ചണിൽ പോവാം. കിച്ചണിൽ പോവാം. സ്പെഷ്യൽ സാമ്പാർ. ഇഡ്ഡലി എവിടെ? ആണോ? കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ നമ്മള് നാച്ചുറലാ. നമ്മളല്ലാതെ മറ്റേ കുങ്കുമത്തെ സാരി ഉടുത്ത് അടുക്കള കയറുന്ന ടീംസ് അല്ല അല്ലേ? നമ്മളങ്ങനെ സാരി ഉടുത്ത് അടുക്കള കയറുന്ന ടീംസ് അല്ലല്ലോ. സാരി ഉടുത്താ ഇവിടെ സാമ്പാർ വെക്കുന്ന ഇവിടെ നല്ല കൊഴുത്ത സാമ്പാറും നല്ല ഇഡ്ഡലിയും. നമുക്ക് നല്ല ഇഡ്ഡലിയും ചുടുചുടാ സാമ്പാറും ചുടുചുടാ ഇഡ്ഡലിയും നമുക്ക് ഞം തിന്നാം. നല്ല സാമ്പാറും ഇതും. അഭിപ്രായം പറ. സൂപ്പർ. കൊള്ളാം. അടിപൊളിയല്ലേ? നല്ല നല്ല കൊഴുത്ത സാമ്പാറും നല്ല ചമ്മന്തിപ്പൊടിയും നല്ല ഇഡ്ഡലിയും. മെയ്ഡ് ബൈ പ്രിയ വാര്യരല്ല, ഇഷ്ടപ്പെട്ട സൂപ്പർ സാമ്പാർ. കൃഷ്ണായ ദേവായ ജഗീനന്ദനായ ജനന്തോകുമാരായ ഗോവിന്ദായ നമോ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശിവായ 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 ഭാഗ്യമാം ശിവായ ഭഗവതീശ്വരാവനാശനാഹരി. ശിവായ 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 ഭാഗ്യമാം ശിവായ ഭഗവതീശ്വരാവനാശനാഹരി. ശിവായ നമോ ഭഗവാനെ. എനിക്കണം ശിവാ കൃപാകടാശ്രമത്തെ എനിക്കുണ്ടാശ്രയം.
ശിവായ ശിവായ ഈശ്വര നമ്മള് റെഡിയായി അല്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവർ പോകും പുതിയ വന്നിട്ട് നമ്മള് എവിടെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നു. ഞങ്ങള് രണ്ടാഴ്ചക്ക് 2 മണിക്കൂർ ഇഡലിനെ വന്നു. അപ്പൊ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല. എന്നാ പ്ലാൻ ചെയ്താ നിനക്ക് എവിടെ എടുക്കണ്ടേ തുണിയിലല്ലോ നമ്മളിന്ന് നമ്മുടെ സ്റ്റേ ഹോംസ് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തത് സ്റ്റേക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നാണ്. പുതിയ വരുന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം. നല്ല ഹോംലി ഫുഡ് കിട്ടും. നല്ല ഹോംലി ഫുഡും നല്ല മലയാളത്തിലുള്ള മറ്റേ നമ്മുടെ വാർഡനെ കുറിച്ച് ഇതൊക്കെ യൂട്യൂബിൽ വരുന്നതാണോടി? വാർഡനെ കുറിച്ച് സാമ്പാർ ചോദിച്ചു വാങ്ങണം. കുറച്ച് പുറകോട്ട് എന്നാലും കാണാൻ പറ്റുള്ളൂ. സാമ്പാർ ചോദിച്ചു വാങ്ങണോ? കുറച്ച് പുറകോട്ട് നിങ്ങളെ ഞാൻ പൈസക്ക് മാത്രം കാണിക്കും. അപ്പൊ നീ പൈസക്ക് കാണിക്കും. ഇത് കട്ടാക്കുമ്പോഴേ ഞാൻ വരുത്തുള്ളൂ. മുടി വെട്ടണോ? എന്റെ ഇപ്പൊ എടുത്തരാന്ന് പറഞ്ഞു. വേണമെങ്കിൽ വെട്ടാം. അതല്ലെങ്കിൽ കളർ അടിക്കാൻ വെട്ടാം. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയൊക്കെ പോണായി. എന്തെങ്കിലും അപകട സാഹചര്യങ്ങൾ എന്ത് കാണിക്കണം അറിയോ? ഇങ്ങനെ നീ എങ്ങനെ കാണിക്കുന്നേ? കൈ മാത്രം കാണിച്ചാൽ മതി. കൈ കാണിക്കുന്ന എങ്ങനെ? അപകട സാഹചര്യങ്ങൾ ഇങ്ങനെ. അപ്പൊ നമ്മളിനി നമ്മള് തിരിച്ച് എങ്ങോട്ടാ ഇനി ഇതുമ്പോൾ നമ്മള് തിരിച്ച് റാസൽ ഖൈമയ്ക്ക് അല്ലേ? ആ എനിക്കിത് കൊള്ളാം. ഇത് കൊള്ളാം അല്ലേ? ഞാൻ ആദ്യമായിട്ട് ടോപ്പ് ഇടുന്നത്. കൊള്ളോ? നമ്മള് പോവാ ഫുജേറിന്ന്. ബൈ 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 ബൈ. ഹലോ. നമ്മൾ മലകൾക്കിടയിലൂടെ മലകൾക്ക് തന്നെ വന്നാ മതി. പോകുന്ന റൂട്ട് വെച്ചാല് മൊത്തം മലകൾ മാത്രം അല്ലേ? ചുറ്റിനും മലകള്. ഒരു മഞ്ഞാണോ? മഞ്ഞ അത് മഞ്ഞായിരിക്കും അല്ലേ? ഈ സ്ഥലം കഴിച്ച് ഒന്നും പറയല്ല. ഒരു ഈജിപ്ഷ്യൻ അതൊക്കെ നോക്കണോ? പുറത്ത് ഭയങ്കര വെയിലാ. നമ്മളിവിടെ ഒരു മാർക്കറ്റ് നമ്മൾ ഇറങ്ങി. മാർക്കറ്റ് നമ്മള് നാട്ടിലുള്ള ഒരു മാർക്കറ്റ് ആ ഒരു വൈബ് അല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ കൊല്ലത്ത് മറ്റൊരു ചിന്നക്കട ഒരു ഏരിയ ഉണ്ട്. അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റോഡ് മൊത്തം ഇങ്ങനത്തെ മാർക്കറ്റും കാര്യങ്ങളും അങ്ങനത്തെ ചെയ്യും. നമ്മളിപ്പോ ഒരു ഫോൺ പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയാലും തിന്നാൻ നോക്കുന്നു. അവിടെ ഇത് എന്താ അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്താ നോക്കാം. ഞാൻ എനിക്ക് ആണോ? മധുരല്ല, നോർമൽ ടേസ്റ്റാ. ഡ്രാഗൺ ഫ്രൂട്ട് നീ കഴിച്ചിട്ടില്ലേ? അവര് പറഞ്ഞ വെട്ടി തരാൻ പറയാം. എനിക്ക് വാങ്ങിച്ചോണ്ട് പോകാൻ താല്പര്യമില്ല. ഒരെണ്ണം കഴിക്കാനായിട്ട് തന്നാ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് വീഴ്ത്തണം. എന്താ ഇത് പണ്ട് മറ്റേ അമ്പലത്തില് ഉത്സവത്തിനൊക്കെ കിട്ടും ഇങ്ങനത്തെ. അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പത്തിറങ്ങി ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കാവേ. ചേച്ചി കിലോക്ക് എത്രയാ? കിലോക്ക് എത്രയാ? കിലോയ്ക്ക് 10 ഇറച്ചില്ല. നാട്ടിൽ വെച്ച് ഉദ്ദേശിച്ചത് കുഴപ്പമില്ല. കുഞ്ഞെടുത്തില്ലെങ്കിൽ ഇവരെ വലുതായിട്ട് വെട്ടി നമുക്ക് ഇടാൻ പറ്റത്തില്ല. സ്വീറ്റ് പൊട്ടറ്റോ ഗുഡ് ഫോർ ഹെൽത്ത്. മൂന്നെണ്ണം മതി. വെട്ടിപ്പിടുങ്ങാം. എന്ത് സാധനോ? തുരച്ച തീ വരും തോന്നുന്നു. വലിയ കഷ്ണം പോലെ ഉണ്ടല്ലോ. ഇതെന്തോ ചോദിച്ചു നോക്കി അവരുടെ അടുത്ത്. ഇതെന്തോന്ന് എന്തോന്ന് അറിയത്തില്ല. നമുക്ക് ഇതൊരു കല്യാണം കൊണ്ട് വേനുണ്ടോ? വേനെടുക്കും നമുക്ക്. ഇത് തലയിടിച്ച് നോക്കാം. ഓ ഇതെന്താ നമ്മളെ മച്ചിങ്ങല്ലോ ഇല്ലേ? നല്ല വേദനയുണ്ട്. മറ്റേ ഞാൻ വെച്ച മറ്റേ സാധനം എന്താ? കക്കാൻ പ്രേരിപ്പിക്കില്ല.
കക്കുന്നു. അവരുടെ വിചാരം നമ്മളിവിടെ വലിയ വ്ളോഗേഴ്സ്, പക്ഷെ നമ്മൾക്ക് നമുക്ക് 5 സബ്സ്ക്രൈബേഴ്സും 10 വ്യൂസുള്ള ഞാൻ അവരുടെ ഞാൻ പറ്റി എന്തോ വലിയ അവൻ നോക്കുന്നില്ല. അവരുടെ നമ്മളെന്തോ വലിയ ഇതാണ്. അവരിങ്ങനെ നോക്കി ഒരു പുറത്തിറങ്ങി നിൽക്കുന്നു, കളിയുടെ പുറത്തിറങ്ങി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും അടുത്ത് പുറത്തിടാനുള്ള ടെൻഡൻസി കക്കാനുള്ളവർക്ക് കക്കാനുള്ള ടെൻഡൻസി ഇല്ല. അത് തന്നെ അങ്ങനെയല്ല, ഇതല്ലേ എന്താ പറയാ, അടി വാങ്ങിച്ചു വരുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകുന്നത്. കക്കാൻ പോവാ. തൂങ്ങാനോട് കയറുണ്ട് പോലെ തൂങ്ങില്ല. നീ അവിടെ എന്താ അടിച്ചു മാറ്റിയത്? ടിഷ്യൂ എടുത്തിട്ടില്ല. കള്ളം പറയരുത്. അവിടെ റംബൂട്ടാൻ മറ്റേ മാതളൊക്കെ അടിച്ചു മാറ്റിയുള്ളു. നമ്മുടെ നാട്ടില് മറ്റേ ഉത്സവത്തിനല്ലേ അലുവ വാങ്ങാൻ വേണ്ടി പോകും. പോക്കറ്റ് ഇടുന്നത് അലുവേന്റെ ഓരോന്നിന്റെ ടേസ്റ്റ് ഒക്കെ ഓരോ ഫ്ലേവർ ടേസ്റ്റ് ഒക്കെ ആയിട്ട് അലുവ വാങ്ങൂല. പോക്കറ്റ് ഇടും. നല്ലയാണോ? എനിക്കറിയില്ല. ഉണങ്ങിയ പോലത്തെ ഓ ഒന്ന് വാങ്ങിക്കാം. ഇതിന് മസാല ഒന്നും പറ്റൂല. മസാല എനിത്തിങ് ഇവിടെ അങ്ങോട്ടൊക്കെ എന്താ ഉള്ളത് നോക്കണം. ഇവിടെ കള്ളിയാ. ഇവിടെ ഒരു നമ്മളൊരു കടയില് വെള്ളം കുടിക്കാൻ കറി റിവ്യൂ കണ്ടോ? ഇതെങ്ങനെ വെച്ചാല് പുഴുങ്ങിട്ട് അല്ല, ഇതിൽ ഉപ്പും മുളകും പെരക്കിച്ചാ പുഴുങ്ങുന്നത്. പുഴുങ്ങിട്ട് ആവിയിൽ ചുട്ടെടുക്കും. എന്നിട്ട് ഉപ്പും മുളകും പെരക്കും. നല്ല മധുരമുണ്ട്. മധുരമുണ്ട്, എരിവുണ്ട്. നോക്കിട്ടാണ് അയാളെല്ലാം കോച്ച് ചെയ്തത്. അയാൾ നമ്മൾ വീഡിയോ എടുത്തപ്പോ പുറത്തിറങ്ങിക്കുന്നു. അയാളാണ് എന്തോ വലിയ എന്തോ വലിയ ആൾക്കാരാന്ന് ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ. കാറിൽ ഇവിടെ അടിച്ചു പറ്റി മറ്റേ തിന്നു മാത്രം കുറെ അടിച്ചു മാറ്റി തിന്നു. എന്തൊക്കെ തിന്നോ? പക്ഷെ മറ്റൊരു എനിക്ക് ആ പാരമ്പര്യം ഇല്ല. കക്കുന്ന പാരമ്പര്യം എനിക്കില്ലാത്തോണ്ട് നമ്മള് അങ്ങനെയല്ല. ഞാൻ കട്ട് ജീവിക്കുന്നത്. ഇവനെ പ്രേരിപ്പിച്ചത്. ഇവരെന്നോട് പറഞ്ഞു കേട്ട് മലയാളി ലിപ്സ്റ്റിക്ക് പോയി.